ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും സ്നേഹമൊക്കെ എനിക്കുണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോണത് വയനാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ വിവേൻ്റെ ഫ്രണ്ട്സും ഫാമിലീസും കൂടിയാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പോണത്. അപ്പോൾ വയനാട്ടിലേക്ക് നമ്മൾ വെള്ളിയാഴ്ച നേരത്തെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നമ്മളൊരു 3 മണിയൊക്കെ ആവുന്ന സമയത്തായിട്ട് നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് റിസോർട്ട് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സംഭവം നല്ല പൊളിയായിരുന്നു കേട്ടോ. റിസോർട്ട് ഏരിയ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണെങ്കിൽ ഈ 4 കോട്ടേജുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 4 ഫാമിലീസ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പൂളിക്ക് ഇറങ്ങാനും വേറെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഈ ഗെയിം കളിക്കുമ്പോൾ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല സാധാരണ റിസോർട്ടിൽ. ഇത് നമ്മൾ 4 ഫാമിലീസ് ആയതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ റൂമാണെങ്കിൽ പറയേ വേണ്ട, നല്ല പൊളിയായിരുന്നു കേട്ടോ, നല്ല വൃത്തി ഉണ്ടായിരുന്നു. പിന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമായത് ഈ കണ്ണാടിയാണ്. അതായത് മിറർ നമ്മൾ എവിടെ ചെന്നാലും മിറർ സെൽഫി എടുക്കുന്നത് പതിവാണല്ലോ. അപ്പോൾ ആ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചന്ദ്രനെ എപ്പോഴും പറയട്ടോ ഇങ്ങനെ റിസോർട്ടിൻ്റെ പോലത്തെ ഒരു വീട് വെക്കണം, ഇതേപോലത്തെ റൂം വേണം എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതൊക്കെ പിന്നെ പറയാം. ഇനി നമ്മൾ പൂളിക്ക് ഇറങ്ങുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ പൂളിക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷൂട്ടൊക്കെ ചെയ്തിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് വെച്ച് തന്നു കേട്ടോ അവിടെ റിസോർട്ടിലുള്ളവർ. പിന്നെ നമ്മൾ കുട്ടികളും എല്ലാവരും കൂടെ നമ്മൾ പൂളിൽ ഇറങ്ങി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി കുറേ പൂളിൽ ഇറങ്ങിയിട്ട് ഡാൻസ് കളിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു. കാണാം. പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പൂളിൽ നിന്ന് നമ്മൾ കയറിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് അവരെന്നെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി ചാർക്കോളൊക്കെ വെച്ചിട്ട് കണലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചുട്ടെടുത്തു കേട്ടോ. ഈ സംഭവം ഞാൻ വീട്ടിൽ നിന്നൊക്കെ ട്രിപ്പ് പോവുകയാണെങ്കിലും ഇതങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇവരെ കൂടെ ചെയ്തപ്പോൾ നമ്മളതൊക്കെ ഐക്കൊക്കെ ഇൻവോൾവ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു രസം ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫാമിലീസിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ പിന്നെ ഓരോരുത്തരെ എങ്ങനെയായിരുന്നു, അപ്പോൾ ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അധികം ലൈറ്റായിട്ടാണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ രാവിലെ ആയിട്ട് അവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഒരു 11:30-12 മണിയാകുമ്പോൾ ഇറങ്ങി. പിന്നെ അല്ലറ ചില്ലറ സ്ഥലങ്ങളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫുഡാണ് സെറ്റാക്കിയിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രുചിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള വയനാട്ടിലുള്ള ഹോട്ടലിലാട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഫുഡൊക്കെ നല്ല വാഴൻ്റെ ഇലയിൽ കുറേ മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീനാണെങ്കിൽ പറയേ വേണ്ട, കുറേ മസാലകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മീനും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും പോവുകയാണെങ്കിൽ വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കൊണ്ടു. പിന്നെ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് മാനും പിന്നെ കുരങ്ങന്മാരും പിന്നെ കാട്ടാനകളും പോത്തും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ.